ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാളയാറിൽ ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി റാം നാരായണന്റെ കുടുംബത്തിന് 10 ലക്ഷത്തിൽ കുറയാത്ത തുക നഷ്ടപരിഹാരമായി നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി മന്ത്രി കെ രാജൻ. വാളയാറിലേത് ആൾക്കൂട്ട കൊലപാതകമെന്ന് പറയാൻ സാധിക്കില്ലെന്ന് മന്ത്രി ആർ ബിന്ദു. തൃശൂർ കോർപ്പറേഷൻ മേയറെ നിശ്ചയിക്കുന്നതിനായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. ലാലി ജെയിംസ്, സുബി ബാബു, നിജി ജസ്റ്റിൻ എന്നിവർ പരിഗണനയിൽ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ LDF ജില്ലാ കമ്മിറ്റി തൃശൂർ AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ഭൂവുടമകളുടെയും കോർപ്പറേറ്റുകളുടെയും താൽപര്യത്തിനു വേണ്ടിയാണ് പദ്ധതി അട്ടിമറിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ലക്കിടി മിത്രാനന്തപുരത്ത് സ്കൂട്ടറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. തിരുവിലാമല ഒരലശ്ശേരി സ്വദേശി ശരണ്യ, മകൾ ആദിശ്രീ എന്നിവരാണ് മരിച്ചത്. അതിരപ്പിള്ളയിൽ റിസോർട്ടുകളിൽ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന കണ്ടെത്തി. കണ്ണങ്കുഴിയിൽ ഗ്രീൻ സൈഡ് റിസോർട്ടിലെ ജോലിക്കാരനെ 3 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പിടികൂടി. വാർത്തകൾ വിശദമായി. വാളയാറിൽ ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ കുടുംബത്തിന് 10 ലക്ഷത്തിൽ കുറയാത്ത തുക നഷ്ടപരിഹാരമായി നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശൂരിൽ റവന്യൂ മന്ത്രി കെ രാജൻ രാംനാരായണന്റെ ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന്, മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം നൽകുന്നത് ഗൌരവമായി പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിൽ രാംനാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങുമെന്ന് കുടുംബം അറിയിച്ചു. ബംഗ്ലാദേശി എന്ന് വിളിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. അതിഥി തൊഴിലാളികൾക്ക് എല്ലാ പരിരക്ഷയും നൽകണമെന്നാണ് കേരളത്തിന്റെ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. അതിഥി തൊഴിലാളിയായിട്ടുള്ള രാംനാരായണന്റെ ദൗർഭാഗ്യകരമായിട്ടുള്ള കൊലപാതകത്തെ തുടർന്ന് വളരെ ഗൗരവത്തോടു കൂടി ആ പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെയായി രാവിലെ ഗവൺമെന്റിന് വേണ്ടി ചർച്ച നടത്തുകയുണ്ടായി. ഒരു കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേരളം സാധാരണ നിലയിൽ കോവിഡ് ഉൾപ്പെടെയുള്ള കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായി കണക്കുകൂട്ടുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെ അതിഥി തൊഴിലാളികളായി കേരളത്തിലെത്തിച്ചേരുന്ന മുഴുവൻ തൊഴിലാളികൾക്കും കേരളത്തിലെ തൊഴിലാളികളുടെ പരിരക്ഷ കൊടുക്കുന്ന ഒരു കേരളമാണിത് എന്നുള്ളതുകൊണ്ട് രാംനാരായണന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തെ ഏതെല്ലാം വിധത്തിൽ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും പറ്റുമോ അതെല്ലാം ആ വിധത്തിൽ തന്നെ ചെയ്യും എന്നവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് IPSകാരനായിട്ടുള്ള SP തന്നെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 5 പേരെ ഇപ്പോൾ കുറ്റവാളികളായിട്ടുള്ള 5 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നാളെ ഒരു കാരണവശാലും കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ SC/ST അട്രോസിറ്റി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ ഏറ്റവും ഗൗരവമായ അന്വേഷണം നടത്തും. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ അതിഥി തൊഴിലാളിയുടെ കുടുംബത്തിനൊപ്പമാണ് സർക്കാരെന്ന് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. ആൾക്കൂട്ട കൊലപാതകമെന്ന് പറയാൻ സാധിക്കില്ല എന്നും BJP RSS ക്രിമിനലുകളാണ് ഇതിനു പിന്നിലെന്നും മന്ത്രി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും നടത്തും. ഉചിതമായ നഷ്ടപരിഹാരവും നൽകുമെന്ന് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ആൾക്കൂട്ട കൊലപാതകം എന്ന് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല. BJP RSS ക്രിമിനലുകളാണ് അതിൽ മുൻകൈയെടുത്ത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സുവ്യക്തമാണ്. അങ്ങനെ തന്നെ അത് പറയേണ്ടതുണ്ട്. തീർച്ചയായും ആ കുടുംബത്തോടൊപ്പമാണ് സർക്കാർ. മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും അതുപോലെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ വളരെ ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാരവും നൽകും എന്ന്
തൃശൂർ കോർപ്പറേഷൻ മേയറെ നിശ്ചയിക്കുന്നതിനായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. ലാലി ജെയിംസ്, അഡ്വക്കേറ്റ് സുബി ബാബു, ഡോക്ടർ നിജി ജസ്റ്റിൻ എന്നിവരാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. സാമുദായിക പരിഗണനകളും നിയമസഭാ തെരഞ്ഞെടുപ്പും കണക്കിലെടുത്തായിരിക്കും മേയറെ തീരുമാനിക്കുക. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആദ്യ ടേമിലേക്കുള്ള മേയർ ആരാകണമെന്ന ഒറ്റപ്പേരിലേക്ക് എത്തിയതായാണ് സൂചന. കോൺഗ്രസ് കൌൺസിലർമാർ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതൃയോഗം ഉടൻ ചേർന്ന് മേയറുടെ പേര് നിർദ്ദേശിക്കും. കൌൺസിലർമാരായ എ പ്രസാദ്, ബൈജു വർഗീസ് എന്നിവരുടെ പേരുകളാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഈ മാസം 26-നാണ് മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ LDF ജില്ലാ കമ്മിറ്റി തൃശൂർ ഏജിസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഭൂവുടമകളുടെയും കോർപ്പറേറ്റുകളുടെയും താൽപര്യത്തിനു വേണ്ടിയാണ് പദ്ധതി അട്ടിമറിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ P ബാലചന്ദ്രൻ, KK രാമചന്ദ്രൻ, സേവ്യർ ചിറ്റ്ലപ്പള്ളി, VR സുനിൽകുമാർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, ഘടകകക്ഷി നേതാക്കളായ ജയ്മോൻ ചാക്കുണ്ണി, CR വത്സൻ, CT ജോഫി, ജെയിംസ് മുട്ടിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലായ്മ ചെയ്യാം. കാർഡ് നൽകണം. 2 തൊഴിൽ ആവശ്യപ്പെട്ടാൽ 2 ആഴ്ചക്കകം അത് നൽകണം. തൊഴിലെടുത്താൽ കൂലി നൽകണം. കൂലി വൈകിയാൽ പിഴപ്പലിശ നൽകണം. ജോലി നൽകിയില്ലെങ്കിൽ തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിലിടങ്ങളിൽ അപകടമുണ്ടായാൽ സൗജന്യ ചികിത്സ നൽകണം. തൊഴിലിടത്തിൽ മരണമുണ്ടായാൽ 2 ലക്ഷം രൂപ മിനിമം ധനസഹായം നൽകണം. തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ഉറപ്പ്, സാങ്കേതികമായിട്ടുള്ള ഉറപ്പ് നൽകണം. ഇത്തരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിയമമാണ്. ഇതെല്ലാം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭൂവുടമകളുടെയും കോർപ്പറേറ്റുകളുടെയും താല്പര്യത്തിന് വിധേയമായി ഈ തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായും അട്ടിമറിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. തിരുവില്ലാമല ലക്കിടി മിത്രാനന്തപുരത്ത് ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികരായ അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. തിരുവില്ലാമല ഒരലാശ്ശേരി മാണിയങ്ങാട്ട് ഉന്നതിയിലെ 29 വയസ്സുള്ള ശരണ്യ, മകൾ 5 വയസ്സുകാരി ആദിശ്രീ എന്നിവരാണ് മരിച്ചത്. ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിന്റെ പുറകിൽ ടിപ്പർ വന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ അമ്മയുടെയും മകളുടെയും ശരീരത്തിലൂടെ ടിപ്പർ കയറിയിറങ്ങുകയായിരുന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന ശരണ്യയുടെ പിതൃ സഹോദരൻ മോഹൻദാസിന് പരിക്കേറ്റു. ഇയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിരപ്പിള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണങ്കുഴിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ സൈറ്റ് റിസോർട്ടിലെ ജോലിക്കാരനായ വെറ്റിലപ്പാറ സ്വദേശി മേച്ചേരി വീട്ടിൽ ബിജുവാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 3 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. അതിരപ്പിള്ളി SHO മനീഷ് പൌലോസ്, SI മാർട്ടിൻ, ASI-മാരായ ഷാജു, CPO-മാരായ വിപിൻ, സഹദേവൻ, ശ്രീകുമാർ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. VC നിയമനത്തിൽ സർക്കാർ ഗവർണർ സമവായത്തെ ന്യായീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമവായത്തിന് സർക്കാർ ശ്രമിച്ചെങ്കിലും അനുരഞ്ജനത്തിന് ചാൻസലർ തയ്യാറായിരുന്നില്ല. കേരളത്തിലെ കുട്ടികൾക്ക് അന്തർദേശീയ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം എന്നാണ് മുഖ്യമന്ത്രി എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അനുരഞ്ജന രീതിയിലേക്ക് ചാൻസലർ വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത് സമവായം ഉണ്ടാകണം എന്നുള്ള ഒരു സന്ദർഭം ഉണ്ടാകണ്ടേ? സമവായം ഇതുവരെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലല്ലോ. ചാൻസലർ അതിനൊട്ടും തയ്യാറായിട്ടില്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് ശ്രവിക്കാനോ ഏതെങ്കിലും വിധത്തിൽ അനുരഞ്ജനാത്മകമായ വഴിയിലൂടെ പോകാനോ ചാൻസലർ തയ്യാറായിരുന്നില്ലല്ലോ. എത്രയോ തവണ ഞാനും രാജു മിനിസ്റ്ററും അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചു. വളരെ വേദനയോടുകൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. രാജ്യത്ത് ഔഷധ സാക്ഷരത കൈവരിക്കുന്നതിൽ ഫാർമസിസ്റ്റുകളുടെ പങ്ക് വളരെ വലുതാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശൂരിൽ കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 35ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വർദ്ധിച്ചുവരുന്ന അശാസ്ത്രീയ മരുന്നുപയോഗം തടയുന്നതിന് ഇതിലൂടെ പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 350ഓളം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. KPPA സംസ്ഥാന പ്രസിഡന്റ് KV പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗലീലിയോ ജോർജ്, ഫാർമസി കൌൺസിൽ മെമ്പർമാരായ ജാസ്മിൻ
ജാസ്മിമോൾ എ സണ്ണി, KP ദിലീപ് കുമാർ, TP രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സൗത്ത് ഏരിയ കുട്ടനെല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് പ്രതീക്ഷ മനോജ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി രതി ശിവരാമൻ, യൂണിറ്റ് ട്രഷറർ ലീൻസ് പോൾസൺ, ഏരിയ സെക്രട്ടറി AK റീജ, ഏരിയ പ്രസിഡന്റ് PK രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക ഉത്സവമായ വർണ്ണക്കുട 26 മുതൽ 30 വരെ മുനിസിപ്പൽ മൈതാനിയിൽ നടക്കുമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു തൃശൂരിൽ അറിയിച്ചു. വർണ്ണക്കുടയുടെ ഭാഗമായി പ്രഥമ ഇന്നസെന്റ് സ്മാരക പുരസ്കാരം നടൻ ടൊവിനോ തോമസിനും P. ജയചന്ദ്രൻ സ്മാരക പുരസ്കാരം ഗായകൻ ഹരിശങ്കറിനും സമ്മാനിക്കും. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നാടിന്റെ സ്നേഹാദരം എഴുത്തുകാരൻ ആനന്ദിന് നൽകും. 26-ന് കൊരമ്പ് മൃദംഗ കളരിയുടെ മൃദംഗമേളയോടെ ഉത്സവത്തിന് തുടക്കമാകും. കേരള കലാമണ്ഡലത്തിലെ എന്റെ കേരളം നൃത്തശില്പം, സംഗീത നൃത്ത പരിപാടികൾ, ബാൻഡ് ഷോകൾ, ഗസൽ സന്ധ്യകൾ, നാടൻ കലാരൂപങ്ങൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ തുടങ്ങിയവ 5 ദിവസങ്ങളിലായി അരങ്ങേറും. ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക ജീവിതത്തെ സമ്പന്നമാക്കുന്ന ജനകീയ ഉത്സവമാവുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ജോസ് ജെ ചിറ്റലപ്പള്ളി, സംഘാടക സമിതി ഭാരവാഹി PK സുധീഷ്, ജൂറി കമ്മിറ്റി മെമ്പർ PK ഭരതമാഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് P. മണികണ്ഠൻ എന്നിവരും പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം PROക്കെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ചെയർമാന് പരാതി നൽകി. ദേവസ്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളെ അറിയിക്കുന്നില്ലെന്നും മാധ്യമപ്രവർത്തകർ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാറില്ലെന്നും പരാതിയിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് KUWJ തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന് പരാതി നൽകിയത്. ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മുല്ലത്തറ മുതൽ ബസ് സ്റ്റാൻഡ് വരെയാണ് വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നത്. ചേറ്റുവ ബൈപ്പാസിലെ കാന തകർന്നതുമൂലം ഒരു ഭാഗത്തേക്ക് മാത്രമേ വാഹനങ്ങൾ കടന്നുപോകുന്നുള്ളൂ. ഇതുമൂലം ചേറ്റുവ ബൈപ്പാസിൽ ഗതാഗതക്കുരുക്കുണ്ടായതോടെ ഏനാമാവ് റോഡിലെ വൺ വേ ഒഴിവാക്കി ഇരുഭാഗത്തേക്കും വാഹനം കടത്തിവിട്ടു. ഇത് കൂടുതൽ ഗതാഗതക്കുരുക്കിനിടയാക്കി. ചാവക്കാട് സെന്റർ മുതൽ ഏനാമാവ് റോഡിലാണ് കൂടുതൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നത്. ചേറ്റുവ ബൈപ്പാസിലെ കാന നിർമ്മാണം മൂലം ആഴ്ചകളോളം റോഡിന്റെ ഒരു ഭാഗം അടച്ചിരുന്നു. ഈ സമയം ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. എന്നാൽ റോഡ് പണി പൂർത്തീകരിച്ച് തുറന്നപ്പോഴാണ് കാനയുടെ സ്ലാബ് തകർന്നത്. തകർന്ന സ്ലാബ് വീണ്ടും പണിയാനായി റോഡിന്റെ ഒരു ഭാഗം അടച്ചു. ഇത് നഗരത്തിൽ വീണ്ടും ഗതാഗതക്കുരുക്കിനിടയാക്കി. നഗരത്തിലെ ഗതാഗതം നിയന്ത്രിക്കാൻ സംവിധാനമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, ചാവക്കാട്. കടപ്പുറം പഞ്ചായത്തിലെ പ്രവർത്തനരഹിതമായ പൊതുശ്മശാനം എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് CPM കടപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. 1.5 മാസമായി ശ്മശാനം പ്രവർത്തനരഹിതമായിട്ട്. പഞ്ചായത്ത് സെക്രട്ടറി ഒരാഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പു നൽകിയതായി ലോക്കൽ സെക്രട്ടറി NM ലത്തീഫ് പറഞ്ഞു. കടപ്പുറം പഞ്ചായത്തിന്റെ അധീനതയിൽ തൊട്ടാപ്പ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്രിമിറ്റോറിയം നിർമ്മാണ കാലഘട്ടം മുതൽ ഇതേവരെ നിരന്തരം പ്രവർത്തനരഹിതമാകുന്നുവെന്നും പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി CPM മുന്നോട്ടു പോകുമെന്നും ലത്തീഫ് പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ MS പ്രകാശൻ, റാഹില വഹാബ്, മുനീർ എന്നിവർ ചേർന്നാണ് പരാതി നൽകിയത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവരിൽ നിന്നും ഓൺലൈൻ ബുക്കിംഗിന്റെ പേരിൽ തുക ഈടാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി മനുഷ്യാവകാശ സംരക്ഷണ സംഘടന രംഗത്ത്. സർക്കാർ സംവിധാനങ്ങൾ വഴി പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളിൽ ഇത്തരത്തിൽ അനാവശ്യമായ തുക ഈടാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട ഭാരവാഹികളായ ഷൺമുഖൻ മായന്നൂർ, അജീഷ് ജോസഫ് എന്നിവർ അധികൃതർക്ക് പരാതി നൽകി. ഈ വിഷയം ചോദ്യം ചെയ്യുന്ന സാധാരണക്കാരെ അധികൃതർ മോശമായി നേരിടുന്നതായും ഇവർ ആരോപിക്കുന്നു. സാധാരണക്കാരായ രോഗികൾക്ക് അർഹമായ നീതി ഉറപ്പാക്കാൻ ഏത് തലത്തിലും പോരാടുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ വ്യക്തമാക്കി. ഗുരുവായൂർ നഗരസഭയിൽ അല്ലാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 2 മുസ്ലിം ലീഗ് കൌൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. 15-ാം വാർഡിലെ അബ്ദുൾ റഷീദ് കുന്നിക്കൽ, 23-ാം വാർഡിലെ നൌഷാദ് അഹമ്മു എന്നിവർക്കെതിരെ കേരള കോൺഗ്രസ് M നേതാവ് RH അബ്ദുൾ സലീമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. സത്യപ്രതിജ്ഞ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ സത്യവാചകം ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ കൌൺസിലർമാർ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നോ ഈശ്വരനാമത്തിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നോ ആണ് നിയമം അനുശാസിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു. ഇത് ലംഘിച്ച് അല്ലാഹുവിന്റെ പേരിലാണ് 2 പേരും സത്യപ്രതിജ്ഞ ചെയ്തത്. ഹർജി തീർപ്പാക്കുന്നതുവരെ ഇരുവരെയും കൌൺസിൽ യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകണമെന്നും പരാതിയിലുണ്ട്.
ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ജനകീയ അംഗീകാരത്തിന്റെ തിളക്കവുമായി തദ്ദേശ ജനപ്രതിനിധികൾ മനസ്സു തുറക്കുന്നു. മെമ്പർ സ്പീക്കിംഗ്. തിരുവമ്പാടി ഡിവിഷനിൽ നിന്ന് വിജയിച്ച NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ തന്റെ വികസന കാഴ്ചപ്പാടുകളും സ്വപ്ന പദ്ധതികളും TCVയുമായി പങ്കുവയ്ക്കുന്നു. തിരുവമ്പാടി ഡിവിഷനിൽ നിന്ന് വിജയിച്ച NDAയുടെ അഡ്വക്കേറ്റ് M രേഷ്മ മേനോനാണ് ഹൈക്കോടതിയിൽ നിന്ന് കൗൺസിലെത്തുന്നത്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. ഒരു പാട്ടുകാരിയാണ്, വക്കീലാണ്, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയാണ്. എങ്ങനെയാണ് ഇതിലോട്ടുള്ളൊരു കടന്നുവരവ്? പാട്ടുകാരി ഒന്നുമല്ല, ഞാൻ ഹോബിയാണ് എൻ്റെ. പാട്ടും ഡാൻസും ഒക്കെ ഞാൻ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അഡ്വക്കസി പ്രൊഫഷനാണ്. രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളെ സേവിക്കാൻ, ജനങ്ങളിൽ ഒരാളായിട്ട് കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ടായിരുന്നു? 100%, 101% എന്ന് പറയാം. കാരണം അത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ടും ചെയ്യണം, നമ്മൾ അത്രയും നമുക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വീട്ടിലും പോകുമ്പോൾ നമുക്കുള്ള സ്വീകാര്യത കാണുമ്പോൾ നമുക്കറിയാലോ എത്രത്തോളം നമ്മൾ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന്. നല്ല രീതിയിൽ വിജയിക്കുമെന്ന് അറിയായിരുന്നു. എല്ലാവരുടെയും ആവശ്യം ഒരു യൂത്ത് മുന്നോട്ട് വരണം എന്നുള്ളത് തന്നെയായിരുന്നോ? അവരുടെ അടുത്ത് പോയിട്ട് ഉണ്ടായിരുന്നപ്പോൾ വോട്ടൊക്കെ അഭ്യർത്ഥിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം വീട്ടിൽ വയസ്സായ ആൾക്കാരാണ് കൂടുതൽ. അവർക്കപ്പോൾ ഒരു പുതിയൊരു കുട്ടി, ഒരു യൂത്തായ ഒരാൾ വരുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും, അവർ വിളിക്കുമ്പോൾ നമുക്ക് ടപ്പേ പോവാനും അപ്ഡേറ്റഡ് ആയി പറ്റുന്ന ഒരാള്. എന്തൊക്കെയാണ് ഇവിടെ ജയിച്ചതുകൊണ്ട് തന്നെ ഇനി കൗൺസിലായിട്ട് വരുമ്പോൾ എന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ ഫസ്റ്റ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഈ ഡിവിഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് BJP തന്നെയായിരുന്നു. അപ്പോൾ ഈ ടൈൽ വിരിച്ചതൊക്കെ നമ്മൾ ഇപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. സോ അതേപോലെ തന്നെ നേരത്തെ ചെയ്തു വെച്ച കുറേ ഫയൽസുകൾ ഇനി പാസ്സായതൊക്കെ ഒന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും, പുതിയതായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വയസ്സായ ആൾക്കാർക്കും, പിന്നെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ആൾക്കാർക്ക് എന്താ ഓരോ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കല്ല, ചോദിച്ച് സംസാരിച്ച് എന്തൊക്കെ അവരുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാനുമാണ് നോക്കുന്നത്. ജനമനസ്സറിയുന്ന നാടിൻ്റെ സ്വന്തം അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ പട്ടിക അത്ര ചെറുതല്ല നമ്മുടെ വക്കീലിൻ്റെ കയ്യിൽ. ഈ യാത്ര മുന്നോട്ട് തന്നെ എന്നുള്ള ഉറപ്പുള്ള നേതാവ്. ക്യാമറാമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസ് വിപണിയിൽ ഇത്തവണ പുതുമകളോടെയുള്ള പുൽക്കൂടുകളാണ് ശ്രദ്ധ നേടുന്നത്. വീടിനുള്ളിലെ ചെറിയ ഇടങ്ങളിൽ പോലും വെക്കാവുന്ന കൊച്ചു പുൽക്കൂടുകൾ മുതൽ പരമ്പരാഗത രീതിയിൽ ദിവസങ്ങളോളം എടുത്ത് ഒരുക്കുന്ന വലിയ പുൽക്കൂടുകൾ വരെ വിപണിയിൽ സജീവമാണ്. ക്രിസ്മസ് വിപണി ഉണർന്നിരിക്കുകയാണ്. ക്രിസ്മസ് ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് പുൽക്കൂടുകൾ. ഇത്തവണ എന്തൊക്കെ വെറൈറ്റീസ് ആണ് പുൽക്കൂടുകളിൽ വന്നിട്ടുള്ളതെന്ന് കണ്ടു നോക്കിയാലോ. വീടിനുള്ളിൽ ചെറിയ ഇടങ്ങളിൽ പോലും വെക്കാവുന്ന കൊച്ചു പുൽക്കൂടുകളാണ് ഇത്തവണത്തെ ക്രിസ്മസ് വിപണിയിലെ പ്രത്യേകത. പുൽക്കൂട്ടിലെ രൂപങ്ങളുടെ നിർമ്മാണത്തിലും വലിയ മാറ്റങ്ങളാണ് കാണുന്നത്. പണ്ടുകാലത്ത് കളിമണ്ണിൽ തയ്യാറാക്കിയിരുന്ന രൂപങ്ങൾക്ക് പകരം ഇന്ന് തടി, സെറാമിക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള രൂപങ്ങളാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. പുൽക്കൂടിന് പ്രത്യേകം സ്ഥലം കണ്ടെത്താൻ കഴിയാത്തവർക്കായി വട്ടത്തിലോ പലക പോലുള്ള പ്രതലത്തിലോ ഒരുക്കിവെച്ച സെറ്റുകളും വിപണിയിൽ ലഭ്യമാണ്. തടി, ഈറ, ചൂരൽ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച പുൽക്കൂടുകളും ഇത്തവണ ഏറെ പ്രചാരം നേടിയിട്ടുണ്ട്. ഇത്തവണ പുൽക്കൂടിൽ വന്നിട്ടുള്ളത് ചൈനയിൽ നിന്ന് വന്ന ഒരു പുതിയ ഐറ്റം ഉണ്ട്. അത് ഫൈബറിൻ്റെ ആണ്, ലൈറ്റ് ഉള്ളത്, കത്തും. പിന്നെ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു ഐറ്റം പുൽക്കൂടുണ്ട്, അത് വൈക്കോല്, പിന്നെ മറ്റേ ഷീറ്റ് മേഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്? ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് 2500 റുപ്യന് ചൂരലിൻ്റെ പുൽക്കൂടുണ്ട്. പിന്നെ വൈക്കോലിനുണ്ട്, അതിന് 1500 റുപ്യാണ്. പലവിധ പുൽക്കൂടുകളുണ്ട്.
ഇവിടെ നിന്നൊക്കെയാണ് ഈ പുൽക്കൂടുകൾ വരുന്നത്? ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട്, പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്, കൽക്കത്തയിൽ നിന്ന് വന്നിട്ടുണ്ട്. വിവിധ തരം പുറത്തുനിന്ന് പല സ്ഥലത്തുനിന്നും വന്നിട്ടുണ്ട്. പരമ്പരാഗതമായ രീതിയിൽ വീടുകളിൽ ഉണ്ടാക്കുന്ന പുൽക്കൂടുകളും ഇത്തവണ ട്രെൻഡിംഗ് ആണ്. പുല്ലുമുളപ്പിച്ച് പുൽമേടുകൾ ഒരുക്കി ചെടികളും കാലിത്തൊഴുത്തും പണിത് വലിയ രൂപങ്ങളെ വെച്ച് പുൽക്കൂടുണ്ടാക്കും. ദിവസങ്ങൾ നീളുന്ന ഒരുക്കങ്ങൾക്കൊടുവിലാണ് ഇത്തരം പുൽക്കൂടുകൾ പണിതെടുക്കുന്നത്. യേശു ജനിച്ച ബെത്ലഹേം കാലിത്തൊഴുത്തിന്റെ പുനരാവിഷ്കാരമായ പുൽക്കൂടും അതിലെ രൂപങ്ങളും ഇങ്ങനെ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ കണ്ടതാണ് പുൽക്കൂടിലെ ഇത്തവണത്തെ വെറൈറ്റീസുകൾ. ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരിച്ച ഹൈസ്കൂൾ കെട്ടിടം വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നവീകരിച്ച ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CMI പ്രിയോർ ജനറൽ ഫാദർ ഡോക്ടർ തോമസ് ചാത്തമ്പറമ്പിൽ അധ്യക്ഷനായി. മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട്, പ്രിൻസിപ്പൽ KD ജോയ്, പ്രധാനാധ്യാപകൻ PF ജോസ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഫോസയുടെ പ്രസിഡന്റ് ജെയിംസ് ആന്റണി, PTA പ്രസിഡന്റ് VV സന്തോഷ്, പൂർവ്വ അധ്യാപക സംഘടനാ പ്രതിനിധി MP ജെറോം എന്നിവർ സംസാരിച്ചു. 1 കോടി രൂപ ചെലവിട്ട പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഫോസ, സ്കൂൾ PTA, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം ജീവനക്കാർ, അഭ്യുദയകാംക്ഷികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് നവീകരണം നടത്തിയത്. അനുഭവങ്ങളുടെ ആഘാതത്തിൽ അടിപതറാത്ത കരുത്ത് മക്കൾക്ക് നൽകുന്നവരാണ് യഥാർത്ഥ മാതാപിതാക്കളെന്ന ഭാഗവതത്തിലെ ഋഷഭദേവന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീറാം നമ്പൂതിരി പറഞ്ഞു. ഒരു നല്ല ജീവിതം നയിക്കാൻ വേണ്ടതായ ബുദ്ധി, മനസ്സ്, ചിന്താശക്തി, സംസാരശേഷി തുടങ്ങിയ എല്ലാ വിഭവങ്ങളും ഈശ്വരൻ നമുക്ക് സമൃദ്ധമായി തന്നിട്ടുണ്ട്. എന്നിരിക്കെ അത് വേണ്ടവിധം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ ചുമതലയാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പാർലിക്കാട് നൈമിഷ്യാരണ്യത്തിൽ നടക്കുന്ന പരമതത്വ സമീക്ഷാ സത്രത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിസംബർ 28 വരെയാണ് സത്രം നടക്കുന്നത്. വെങ്കിടം പഞ്ചായത്തിൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കാവടികളും ശിങ്കാരിമേളവും വാദ്യമേളവും പാരഡി ഗാനങ്ങളും മുദ്രാവാക്യങ്ങളുമായി നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ സ്ത്രീകളടക്കം 100 കണക്കിന് പ്രവർത്തകർ ആവേശത്തോടെ അണിനിരുന്നു. വെങ്കിടം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് സമീപത്തു നിന്നും തുടങ്ങിയ ആഹ്ലാദ പ്രകടനം ഏനമാവ് കെട്ടുങ്ങൽ സെന്ററിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് PP സ്റ്റീഫൻ, PM മുഹസിൻ, NP അലിമോൻ എന്നിവർ നേതൃത്വം നൽകി. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ കൊടകരയിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ ആൻഡ്രോസ്, ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത്, പ്രിൻസ് ജോൺ എന്നിവർ നേതൃത്വം നൽകി. ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി ജനകീയ ചലച്ചിത്രത്തിന്റെ പിതാവ് ജോൺ എബ്രഹാം അനുസ്മരണം നടത്തി. സംവിധായകനും സംസ്ഥാന അവാർഡ് ജേതാവുമായ മണിലാൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നിരൂപകനായ സൈനുൽ ഹുഗ്മാൻ, കലാസംവിധായകൻ ജെയ്സൺ ഗുരുവായൂർ, KM മെഹറൂഫ്, എൻഡോലി ജോ, ബിന്ദു സാംസൺ, ബിനിത ഷാജി, ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, സെക്രട്ടറി KC അഭിലാഷ്, AD ശ്രീനന്ദ എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ റവറൽ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. പ്രസാധക രംഗത്തെ പെൺകൂട്ടായ്മയായ സമതയുടെ 104 പുസ്തകത്തിന്റെ പ്രകാശനം 27 നടക്കും. കേരള സാഹിത്യ അക്കാദമിയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ A ബിജുകുമാർ പുസ്തക പ്രകാശനം നിർവഹിക്കും. സമത ഭാരവാഹികളായ TA ഉഷാകുമാരി, TG അജിത, ഡോക്ടർ CJ അലക്സ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുതിയതായി ചുമതലയേറ്റ കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിൽ സീനിയറായി PN രാമദാസും ജൂനിയറായി KR ദേവികയും. 62 വയസ്സുകാരനായ രാമദാസ് ഇത് 3ാം തവണയാണ് കൌൺസിലറാകുന്നത്. 22കാരിയായ ദേവിക കൌൺസിലിൽ പുതുമുഖമാണ്. VM ജോണി, ലത ഉണ്ണികൃഷ്ണൻ എന്നിവർ കൌൺസിലിൽ തുടർച്ചയായി 4ാം വട്ടം എത്തിയവരാണ്. ഹാട്രിക് തികച്ചവർ 6 പേരുണ്ട്. 13 പേർക്കിത് 2ാം ഊഴമാണ്. 17 പേർ പുതുമുഖങ്ങളാണ്. ഇക്കുറി നഗരസഭാ കൌൺസിലിൽ യുവത്വത്തിനാണ് ഭൂരിപക്ഷം.
ആവിഷ്കാര ഫോട്ടോഗ്രഫി പ്രദർശനം നാളെ മുതൽ തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഫോട്ടോഗ്രഫി പ്രദർശനത്തിൽ 25ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ കർമ്മശ്രീ പുരസ്കാരത്തിന് ചലച്ചിത്ര നടൻ TG രവി അർഹനായി. 25-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി A കുമാരൻ, എക്സിക്യൂട്ടീവ് ട്രസ്റ്റി CC മുരളീധരൻ, PN രാമൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒല്ലൂക്കര മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്ന UDF സാരഥികൾക്ക് സ്വീകരണം നൽകി. മുക്കാട്ടുകര കോൺഗ്രസ് കമ്മിറ്റി തൃശൂർ കോർപ്പറേഷനിലേക്ക് കൌൺസിലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട 11ാം ഡിവിഷൻ മുക്കാട്ടുകര കൌൺസിലർ ശ്യാമള മുരളീധരൻ, 12ാം ഡിവിഷൻ നെട്ടിശ്ശേരി കൌൺസിലർ സിൻഡോ മോൾ സോജൻ, 13ാം ഡിവിഷൻ മുല്ലക്കര കൌൺസിലർ നീതു സുമേഷ്, 15ാം ഡിവിഷൻ ഒല്ലൂക്കര കൌൺസിലർ K ഗോപാലകൃഷ്ണൻ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മുക്കാട്ടുകര ഡിവിഷൻ പ്രസിഡന്റ് ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. LDF കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവിൽ വിജയാഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി പഞ്ചായത്ത് കൺവീനർ MN മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. CPM നേതാക്കളായ K കൊച്ചനിയൻ, KB ജയൻ, പത്മം വേണുഗോപാൽ, MK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കിടപ്പുരോഗികളുടെ കുടുംബങ്ങളിലേക്ക് ജനമൈത്രി പോലീസ് ക്രിസ്തുമസ് ന്യൂ ഇയർ കേക്കുകൾ നൽകി. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസും ഖത്തർ കോടാലിക്കോട്ടായ്മ പ്രതിനിധി വിശ്വനാഥൻ അണലിപ്പറമ്പിലും ചേർന്ന മറ്റത്തൂർ പഞ്ചായത്തിലെ 100ഓളം കിടപ്പുരോഗികളുടെ കുടുംബങ്ങളിലേക്ക് ക്രിസ്മസ് ന്യൂ ഇയർ കേക്കുകൾ വിതരണം ചെയ്തത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ SHO K കൃഷ്ണൻ, പാലിയേറ്റീവ് നഴ്സുമാരായ PA സിസിലി, KK ശ്രീജ എന്നിവർക്ക് കേക്ക് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഷിബു നെല്ലിശ്ശേരി, സിവിൽ പോലീസ് ഓഫീസർ അലക്സ് അഗസ്റ്റി, ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, PM ജോണി തുടങ്ങിയവർ സംസാരിച്ചു. ONA ഫിലിംസ് ആൻഡ് ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷൻ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 16ാമത് PJ ആന്റണി സ്മാരകവേദിയുടെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച അഭിനയ പ്രതിഭയ്ക്കുള്ള പുരസ്കാരത്തിന് TG രവി അർഹനായി. 20,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 28-ന് വൈകിട്ട് സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ പുരസ്കാരം സമ്മാനിക്കും. ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി, ശശിധരൻ നടുവിൽ, സേവ്യർ ചിറയത്ത്, ചാക്കോടി അന്തിക്കാട്, KT കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 256ാമത് കമ്പിടി തിരുനാളിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി. പാവറട്ടി SI PS അനുരാജ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽവിൻ അക്കരപ്പാട്ടേക്കൽ, ട്രസ്റ്റിമാരായ AC ജെയിംസ്, ജോഷി തോമസ്, TV ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 4 മുതൽ 8 വരെയാണ് തിരുനാൾ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നിരാലംബർക്കും ക്രിസ്മസ് ആഘോഷിക്കാൻ അവസരമൊരുക്കി ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. 30ഓളം കിറ്റുകളാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വീടുകളിൽ എത്തിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം കിറ്റുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷനായി. KL സോഫി, സ്കൂൾ ലീഡർ ആദർശ് ഭൂപതി എന്നിവർ സംസാരിച്ചു. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ സ്വർഗവാതിൽ ഏകാദശി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് E കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ER വേണുഗോപാൽ, ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ കടവിൽ തുടങ്ങിയവർ സന്നിധരായിരുന്നു. ചടങ്ങിൽ വാദ്യമിത്ര പുരസ്കാരത്തിന് അർഹനായ ചേറൂർ രാജപ്പമാരാർ, കലാമിത്ര പുരസ്കാരത്തിന് അർഹനായ തൃപ്പൂണിത്തുറ മാധവ ശർമ്മ, കർമ്മമിത്ര പുരസ്കാരത്തിന് അർഹനായ MN നാരായണൻകുട്ടി എന്നിവരെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പുരസ്കാരം നൽകി ആദരിച്ചു. വിദ്യാഭ്യാസ പുരസ്കാരം മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ നിർവഹിച്ചു. മച്ചാട് മാമാങ്കം മണലിത്തറ ദേശത്തിന്റെ വിളംബര പത്രിക പ്രകാശനം തിരുവാണിക്കാവ് നടപ്പുരയിൽ നടന്നു. മണലിത്തറ ദേശത്തിനു വേണ്ടി രാജീവൻ
രാജീവൻ മൂത്തമാന സെക്രട്ടറി സോമസുന്ദരൻ തേർക്കിൽ, ട്രഷറർ രതീഷ് തിരുത്തിന്മേൽ എന്നിവർ പത്രിക മേൽശാന്തിയിൽ നിന്നും ഏറ്റുവാങ്ങി. ചടങ്ങിനോടനുബന്ധിച്ച് മാണിലിത്തറ അയ്യപ്പൻകാവ് പൈതൃക കളരി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കുമ്പുപറ്റ് അരങ്ങേറി. ഫെബ്രുവരി 17 മച്ചാട് മാമാങ്കം. ചെമ്പൂത്ര കോത്തോട്ടിൽ മാധവൻ നായരുടെ വസതിയിൽ 23ാം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞാചാര്യൻ പാനടുക്കത്ത് മണികണ്ഠൻ നമ്പൂതിരി നേതൃത്വം നൽകും. 28 വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത്. സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും. 26 സപ്താഹ യജ്ഞത്തിന്റെ 5ാം ദിവസം സ്വയംവര എഴുന്നള്ളിപ്പ് നടക്കും. റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വിശാഖപട്ടണത്ത് സംഘടിപ്പിച്ച 63ാമത് നാഷണൽ സ്കേറ്റ് ബോർഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ പാർക്ക് ആൻഡ് സ്ട്രീറ്റ് ഗോൾഡ് മെഡൽ നേടിയ ഏങ്ങണ്ടിയൂർ സ്വദേശിനി അൻവിത സ്റ്റാലിന് ഏങ്ങണ്ടിയൂർ സംഘശക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. KB സുരേഷ് അധ്യക്ഷത വഹിച്ചു. NSS തലപ്പിള്ളി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുനർവം ആലോചന യോഗം മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നേതൃയോഗം കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി A സുധീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് ലത ജയരാജ്, ട്രഷറർ A സുരേന്ദ്രൻ, C രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. NES കായലോര ഫെസ്റ്റ് സമാപിച്ചു. സമാപന സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, മുൻമന്ത്രി VS സുനിൽകുമാർ, പത്മശ്രീ പെരുവന്നൻ കുട്ടൻ മാരാർ, സിനിമാ സീരിയൽ താരം ഷൈൻ ശ്രീവത്സം, കൺവീനർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഒരാളുടെ പേരിലുള്ള അവാർഡിന് എൻ്റെ ടാലൻറ്റിനെ റെക്കഗ്നൈസ് ചെയ്തത്. നീ ആരോട് കളിക്കാൻ പന്തക്ക് പറഞ്ഞാണെങ്കിൽ ഇറങ്ങി വാടാ. സൈലന്റ് ആണോ? അത് ഞാൻ സംസാരിക്കുന്നത് സൈലന്റ് ആണോ? കാര്യമാണ്. ദൈവാനുഗ്രഹിച്ച് ബെൻ എന്ന സിനിമ ചെയ്തപ്പോൾ ചെയ്തിരുന്നത് ഫീനിക്സിലുണ്ടായിരുന്നു, പിന്നെ ARM-ൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പാവറട്ടെ സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കരോൾ ഫെസ്റ്റ് നടത്തി. പാവറട്ടെ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കരോൾ ഫെസ്റ്റ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, കൈകാരന്മാരായ KA ജോസൻ, ജെയ്സൺ വടക്കൂട്ട്, ജോസഫ് ലിയോ, KJ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ആറാട്ടുപുഴ ക്ഷേത്രം കലണ്ടറിന്റെ പ്രകാശനം MLA KK രാമചന്ദ്രനും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രനും സംയുക്തമായി നിർവഹിച്ചു. മേളപ്രമാണി പെരുവന്നം കുട്ടന്മാരാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, പെരുവന്നം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, മേളപ്രമാണി പഴുവിൽ രഘുമാരാർ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ, വിവിധ ക്ഷേത്ര ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോണ ദേവാലയത്തിൽ ക്രിസ്തു ജയന്തി മഹാജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളന ഉദ്ഘാടനം ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ നിർവഹിച്ചു. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, KP ആന്റണി, പ്രോഗ്രാം കൺവീനർ MK തോമസ് എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പലവ്യഞ്ജന കിറ്റ് വിതരണം നടത്തി. ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കൈകാരൻ ജോബി ചിറമൽ, PA പോൾ, വിൻസെന്റ് മാടശ്ശേരി, AC ജോസഫ്, ഷാലി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അതിരൂപത സീനിയർ CLC മികച്ച പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ബെസ്റ്റ് യൂണിറ്റ് അവാർഡ് ആറ്റത്ര യൂണിറ്റ് ഏറ്റുവാങ്ങി. ബോസ്കോ പുത്തൂർ അവാർഡ് സമ്മാനിച്ചു.
നെല്ലായി സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെയും സംയുക്ത തിരുനാൾ ഈ മാസം 27 മുതൽ 29 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 26 വൈകിട്ട് കൊടിയേറ്റം നടക്കും. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ 27 നടക്കും. 28 ഫാദർ അമൽ മാളിയിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാന, ഉച്ചകഴിഞ്ഞ് പ്രദക്ഷിണം, 29 രാത്രി ഗാനമേള എന്നിവയുണ്ടാകും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് എളങ്കുന്നപ്പുഴ, ജനറൽ കൺവീനർ ജോഷി തെക്കുംപുറം, കൈകാര്യന്മാരായ ഷാജു അപ്പാട്ടുപറമ്പിൽ, MJ ജോർജ്, ജോയിന്റ് കൺവീനർ MD ജോർജ് മഞ്ഞളി എന്നിവർ പങ്കെടുത്തു. മാധ്യമപ്രവർത്തന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ TCV റിപ്പോർട്ടറും എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റുമായ AM റഷീദിനെ വേലൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ആദരിച്ചു. പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പൊന്നാടണിയിച്ച് പുരസ്കാരം സമർപ്പിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കെങ്കിൽ, സെക്രട്ടറി MD ജോസഫ്, പഞ്ചായത്ത് മെമ്പർ ഷൈനി ഫ്രാൻസിസ്, സണ്ണി പുലിക്കോട്ടിൽ, മായ്ക്കാത്ത ഗോവിന്ദൻകുട്ടി, സണ്ണി വടക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാധ്യമ സാമൂഹിക പ്രവർത്തനത്തിന് എനിക്ക് നിങ്ങൾ നൽകിയ ഈ ആദരവ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇടം സാംസ്കാരിക വേദി വായനാ വിചാരം സംവാദം എന്ന പേരിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. മിനി ജോർജിന്റെ ചെറുകഥാ സമാഹാരം വയലരുകിലെ വീട്, ശശികുമാർ എരുമപ്പെട്ടിയുടെ കവിതാ സമാഹാരം വെയിൽഗന്ധങ്ങൾ എന്നീ 2 പുസ്തകങ്ങൾ ചർച്ച ചെയ്തു. മരത്തങ്കോട് MPM UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ സാഹിത്യകാരൻ രാമകൃഷ്ണൻ കുമരനെല്ലൂർ, യുവകവയിത്രി പ്രഭിത പ്രകാശ് എന്നിവർ വിഷയാവതരണം നടത്തി. ജിനിൽ മലയിൽ അധ്യക്ഷത വഹിച്ചു. സോന നാരായണൻ, NV ആന്റണി, ചിത്രകാരൻ PK സദാനന്ദൻ, NK അക്ബർ അലി, പ്രീതി രാജേഷ് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപ്പിനി ഹൈസ്കൂളിലെ സ്മൃതി 86ാം ബാച്ച് 6ാം വാർഷികാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ചലച്ചിത്ര താരം ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി വിശ്വമംഗളൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഖാലിദ രാജേഷ് എന്നിവർ സംസാരിച്ചു. ചാമക്കാല നഹജുർഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷിക സമ്മേളനം സമാപിച്ചു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നഹജുർഷാദ് വൈസ് ചെയർമാൻ VA ഹസൻ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നഹജുർഷാദ് പ്രസിഡന്റ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, അൻവർ മുഹിയുദ്ദീൻ ഹുദവി, നഹജുർഷാദ് ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ P മുഹമ്മദ് ഖാസിം തുടങ്ങിയവർ സംസാരിച്ചു. അവിട്ടപ്പിള്ളി ഹിൽവ്യൂ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. KS ശോഭി അധ്യക്ഷത വഹിച്ചു. T ബാലകൃഷ്ണ മേനോൻ, സേവ്യർ കൂനൻ, KJ ഷെൽവൻ, ജോസ് മംഗലൻ, പോൾസൺ പെരേപ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,400 രൂപ, പവന് 99,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാളയാറിൽ ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ കുടുംബത്തിന് 10 ലക്ഷത്തിൽ കുറയാത്ത തുക നഷ്ടപരിഹാരമായി നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി മന്ത്രി K രാജൻ. വാളയാറിലേത് ആൾക്കൂട്ട കൊലപാതകമെന്ന് പറയാൻ സാധിക്കില്ലെന്ന് മന്ത്രി R ബിനു. തൃശൂർ കോർപ്പറേഷൻ മേയറെ നിശ്ചയിക്കുന്നതിനായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. ലാലി ജെയിംസ്, സുബി ബാബു, നിജി ജസ്റ്റിൻ എന്നിവർ പരിഗണനയിൽ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ LDF ജില്ലാ കമ്മിറ്റി തൃശൂർ AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരുന്നു. ഭൂവുടമകളുടെയും കോർപ്പറേറ്റുകളുടെയും താൽപര്യത്തിനു വേണ്ടിയാണ് പദ്ധതി അട്ടിമറിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ലക്കിടി മിത്രാനന്തപുരത്ത് സ്കൂട്ടറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. തിരുവില്ലാമല ഒരലാശ്ശേരി സ്വദേശി ശരണ്യ, മകൾ ആദിശ്രീ എന്നിവരാണ് മരിച്ചത്.
അതിരപ്പിള്ളിയിൽ റിസോർട്ടുകളിൽ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന കണ്ടെത്തി. കണ്ണങ്കുഴിയിൽ ഗ്രീൻ സൈറ്റ് റിസോർട്ടിലെ ജോലിക്കാരനെ 3 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പിടികൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.